എത്ര കഴിച്ചാലും മതി വരാത്ത അസാധ്യ ടേസ്റ്റിൽ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം കൂന്തൽ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള കണവ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂന്തൽ വേവിക്കുമ്പോൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കൂന്തലിലുള്ള വെള്ളം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഊറി വരും. അത് പറ്റിച്ചെടുത്താൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി കിട്ടും. ഈ അരപ്പിലേക്ക് കൂന്തലിട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കൂന്തൽ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. കൂന്തൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുത്തതാണ്. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഫൈനലായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂന്തൽ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൂന്തൽ റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.